ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂസിങ് ആയിരുന്ന 3 വേർഡ്സാണ് സം ടൈം, സംടൈംസ് ആൻഡ് സം ടൈം. കാണുമ്പോൾ വലിയൊരു വ്യത്യാസം തോന്നില്ലെങ്കിലും ഇത് വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കിയാലോ? നമുക്ക് ഇന്നത്തോടെ പഠിക്കാം കേട്ടോ. നോക്കിയേ, സം ടൈം അതായത് കുറച്ച് സമയം എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് സ്പേസ് ഉണ്ടായിരിക്കും കേട്ടോ, കുറച്ച് സമയം. ഐ ടുക്ക് സം ടൈം ഫോർ ദി ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. ഇവിടെ സം ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇവിടുത്തെ സം ടൈം നോക്കൂ, ലെറ്റ്സ് മീറ്റ് സം ടൈം നെക്സ്റ്റ് വീക്ക്. എന്താ അർത്ഥം എന്നറിയോ? ഇവിടെ സം ടൈം, സ്പേസ് ഇല്ലാത്ത സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴെങ്കിലും. ഓക്കെ, ലെറ്റ്സ് മീറ്റ് സം ടൈം നെക്സ്റ്റ് വീക്ക്. നമുക്ക് അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാം. ലാസ്റ്റ് സം ടൈംസ് എന്ന് പറയുന്ന ഒരു എസ് ഉണ്ടാവും, സം ടൈംസ് അല്ലേ, ചിലപ്പോഴൊക്കെ എന്നുള്ളതാണ് അർത്ഥം. നോക്കാം, ഐ സംടൈംസ് ഫോർഗെറ്റ് വേർ ഐ പുട്ട് മൈ കീസ്. ഐ സംടൈംസ് ഫോർഗെറ്റ് വേർ ഐ പുട്ട് മൈ കീസ്. ഞാൻ എവിടെയാണ് കീ വെച്ചതെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട്. സോ സം ടൈം മീൻസ് കുറച്ച് സമയം, സം ടൈം മീൻസ് എപ്പോഴെങ്കിലും, സം ടൈംസ് മീൻസ് ചിലപ്പോഴൊക്കെ. ഇനി മറക്കരുത്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ആക്ടിവിറ്റി ഇട്ടിട്ടുണ്ട്, ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ബോക്സിലിടാം.